മെയ് 31 ഞായറാഴ്ച. യോഹന്നാൻ 3:16 മുതൽ 18 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ക്രിസ്തുമതത്തിലെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. ഒരേ ദൈവത്തിൽ 3 വ്യത്യസ്ത വ്യക്തികളുണ്ടെന്നും ഒരേ ദിവ്യ സ്വഭാവം പങ്കിടുന്നുവെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നും കൂട്ടിയാൽ ഒന്ന് തന്നെ എന്നും 3 അല്ല എന്നും പഠിപ്പിക്കുന്ന ഈ സിദ്ധാന്തം നമ്മുടെ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയില്ല. സഭയിലെ ബുദ്ധിശാലികളിൽ ഒരാളായ വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് വളരെ പഴയതും ആവർത്തിച്ചുള്ളതുമായ ഒരു കഥയുണ്ട്. ത്രിത്വത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്ന ഒരു വിശദീകരണം സങ്കല്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം കടൽ തീരത്ത് നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ കടൽ തീരത്ത് ഒരു കൊച്ചുകുട്ടി ഒരു ഷെല്ലിൽ നിന്ന് കടൽ വെള്ളം മണലിലെ ഒരു ചെറിയ ദ്വാരത്തിലേക്ക് ഒഴിക്കുന്നത് കണ്ടു. എൻ്റെ കുഞ്ഞെ, നീ എന്താണ് ചെയ്യുന്നതെന്ന് അഗസ്റ്റിൻ ചോദിച്ചു. ഞാൻ ഈ ദ്വാരത്തിലേക്ക് ഈ കടൽ ഒഴിച്ച് പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ആ കുട്ടി നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് അസാധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, അഗസ്റ്റിൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് അഗസ്റ്റിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി മറുപടി പറഞ്ഞു. താങ്കൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനേക്കാളും അസാധ്യമായ കാര്യമാണ്. താങ്കളുടെ ചെറിയ തല കൊണ്ട് ദൈവത്തിൻ്റെ അപാരത എങ്ങനെ മനസ്സിലാക്കും? പിന്നീട് അവൻ അപ്രത്യക്ഷനായി. അഗസ്റ്റിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ദൈവം അയച്ചൊരു മാലാഖയായിരുന്നു ആ കുട്ടി. പിന്നീട് അഗസ്റ്റിൻ എഴുതി, നിങ്ങൾ ത്രിത്വത്തെ മനസ്സിലാക്കുന്നത് സ്നേഹം അനുഭവിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പിതാവ് സ്നേഹിതനാണ്, പുത്രൻ പ്രിയപ്പെട്ടവനാണ്, പരിശുദ്ധാത്മാവ് സ്നേഹപ്രവൃത്തിയുടെ തന്നെ വ്യക്തിത്വമാണ്. ഇതിനർത്ഥം നമ്മുടെ ദുർബലമായ മനസ്സിനേക്കാൾ ഹൃദയം കൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ്. സഭയിലെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആരംഭിച്ച് ത്രിത്വത്തെ മഹത്വപ്പെടുത്തുന്നതിൽ അവസാനിക്കുന്നു. എല്ലാ കൂദാശകളും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലാണ് നടക്കുന്നത്. പള്ളിമണികൾ ദിവസവും 3 പ്രാവശ്യം ഒഴുകുന്നിടത്ത് പരിശുദ്ധ ത്രിത്വത്തോട് പ്രാർത്ഥിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം നമ്മെ തന്നെ അനുഗ്രഹിക്കുന്നതും പുരോഹിതർ നമ്മെ അനുഗ്രഹിക്കുന്നതും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലാണ്. വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും ഉൾപ്പെടെ സഭയുടെ എല്ലാ ഔദ്യോഗിക പ്രാർത്ഥനകളുടെ അടിസ്ഥാനം ത്രിത്വത്തിൻ്റെ സിദ്ധാന്തമാണ്. നാം സ്നാനമേറ്റതും നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നതും വാഴ്ത്തപ്പെട്ട ത്രിത്വത്തിൻ്റെ നാമത്തിൽ അഭിഷേകം ചെയ്യപ്പെടുന്നതും അങ്ങനെയാണ്. 3 വ്യക്തികൾ നിർവഹിക്കുന്ന 3 വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടിയുടെ പ്രവൃത്തി പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന് വീണ്ടെടുപ്പിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും രോഗശാന്തിയുടെയും പ്രവൃത്തി, സത്യത്തിൻ്റെ മാർഗനിർദ്ദേശം പഠിപ്പിക്കലിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രവൃത്തി പരിശുദ്ധാത്മാവിന്. നമ്മിൽ ത്രിത്വ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം നമ്മെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധ വാസരമായി കണക്കാക്കാനും അവൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ നന്നായി പെരുമാറാനും നീതിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ട്
കൂടുതൽ ശുദ്ധവും വിശുദ്ധവുമായ ജീവിതം നയിക്കാനും നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ത്രിത്വ സാന്നിധ്യം നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയങ്ങളായി ബഹുമാനിക്കാനും അതുപോലെ മറ്റുള്ളവരെയും ബഹുമാനിക്കാനും നമ്മെ പ്രേരിപ്പിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.